ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹാപ്പി ന്യൂസ് ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നൊക്കെ. ഇന്നാണ് ആ ഒരു ഫംഗ്ഷൻ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴിൽ കണ്ടപ്പോൾ തന്നെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് എൻ്റെ ചേച്ചിയുടെ മാരേജ് ഫിക്സ് ചെയ്യുന്ന ഡേ ആണ് കേട്ടോ. പക്ഷേ ചേച്ചി നാട്ടിലില്ല, ചേച്ചി ദുബായിലാണ്. പക്ഷേ ചേച്ചിയുടെ കുറേ ഫോട്ടോസ് നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചേക്കണ കാരണം ചേച്ചിനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും കേട്ടോ. കുറച്ച് പേരുള്ള കേട്ടോ, അതായത് ഒരു ചെറിയൊരു ഫംഗ്ഷനാണ്. നമ്മുടെ ഫാമിലിയോട് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര്, നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ദാ അമ്മമ്മയും മുത്തശ്ശനും അതുപോലെ തന്നെ ചെറിയമ്മയും ചെറിയച്ഛനും പിന്നെ ദാ സ്നേഹയൊക്കെ ഇരിക്കുന്നുണ്ട്. അമ്മയച്ഛനും പിന്നെ ഏട്ടച്ഛനും അച്ചോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ 5-6 കാറിലൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാറൊക്കെ നമ്മുടെ മുറ്റത്ത് തന്നെ എല്ലാം പാർക്ക് ചെയ്തു. അതിനുശേഷം അവർ ഉള്ളിലേക്ക് കയറി കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, ജ്യൂസൊക്കെ കുടിച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, ജ്യൂസ് കൊടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. അതിനുശേഷം വീട് ഫുള്ള് ചുറ്റി കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ വീടൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഇത് ചേട്ടൻ്റെ അമ്മയും അതുപോലെ തന്നെ അനിയത്തിയാണ് കേട്ടോ. ഇവരൊക്കെ നമുക്ക് മുൻപേ പരിചയമുള്ള കാരണം ഭയങ്കര കൂട്ടാണ്. നമ്മൾ സംസാരിച്ച് പിന്നെ നിർത്തില്ല, എല്ലാവരും നല്ല സംസാരമായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ചേച്ചിയുടെയും ചേട്ടൻ്റെയും ലവ് മാരേജ് ആണോ എന്ന്. അതെ, ചേട്ടൻ്റെയും ചേച്ചിയുടെയും ലവ് മാരേജ് തന്നെയാണ്. അവർ രണ്ടുപേരും ബോട്ടിമിൽ വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും രാവിലെ തന്നെ കുളിച്ച് കുറിയൊക്കെ തൊട്ടിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ സമയമൊന്നും ആയിട്ടില്ല, അവിടെ രാവിലെ ഒന്നും ആയിട്ടില്ല. പക്ഷെ അവർ രണ്ടുപേരും നേരത്തെ എണീറ്റു, ഫംഗ്ഷൻ ഉള്ള കാരണം. ചേട്ടൻ്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ മനു എന്നാണ്, ചേച്ചിയുടെ പേര് കീർത്തി എന്നാണ്. പിന്നെ എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് ചേച്ചിയുടെ പേര് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. കുറേ കാലത്ത് അവർ വെയിറ്റിംഗ് ആണ് മാരേജ് ഫിക്സ് ആക്കിയത്. ചേട്ടൻ്റെ അനിയത്തിയാണ് കേട്ടോ ഫോണൊക്കെ പിടിച്ചു തരുന്നത്. അവളുടെ പേര് അശ്വതി എന്നാണ്. അശ്വതിനെ ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു 1-2 വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ കൂടെ കഴിഞ്ഞ കൊല്ലം കളരിപ്പയറ്റ് കോമ്പറ്റീഷന് എൻ്റെ ടീംമേറ്റ് ആയിരുന്നു അശ്വതി. ഞങ്ങളൊരു ടീമായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ച് 1ാം സ്ഥാനം നേടിയവരാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് കുറേ നേരം സംസാരിച്ചു. വീഡിയോ കോളിൽ വല്യമ്മയും വല്യച്ഛനും ഉണ്ടായിരുന്നു, അവരും ദുബായിലാണ്. അപ്പോൾ അവർ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും കണ്ടു, അവരായിട്ടും സംസാരിച്ചു. പിന്നെ ഇവരുടെ കുറേ ഫോട്ടോസ് എടുത്തിട്ട്, ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് വളരെ കുറവാണ്. അപ്പോൾ പിന്നെ വീഡിയോ കോളിലെങ്കിലും ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ ഇവിടെ നല്ല സംസാരമാണ്, ടച്ചോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു, അതായത് മാരേജിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ മന്തും ഒക്കെ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വിളമ്പി തുടങ്ങിയിട്ട്, അതായത് ഭക്ഷണം വിളമ്പി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വെജിറ്റേറിയൻ ആയിരുന്നു കേട്ടോ. അതായത് വെജ് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈയും വെജിറ്റബിൾ കറിയും പിന്നെ പൈനാപ്പിൾ, പപ്പടം, സാലഡ്, ഐസ്ക്രീം, ഇതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത്. ഈ റൂം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് എൻ്റെ റൂം. ഇതിപ്പോൾ ഒരു ഡൈനിങ് ഹോൾ ആക്കിയിട്ടുണ്ട്. നമ്മൾ ടേബിൾ കൊടുന്നിട്ടു, ചെയർ കൊടുന്നിട്ടു, അപ്പുറത്തും നമ്മൾ ടേബിളും ചെയറൊക്കെ കൊടുന്നിട്ടു കേട്ടോ. ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്
ചേട്ടൻ്റെ അനിയത്തിയാണ്. ഞാൻ അവളെ കൊണ്ട് എല്ലാ വീഡിയോസും ഒരുവിധം എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവളുള്ള കാരണം നമുക്ക് വീഡിയോസ് കിട്ടിയ, അല്ലെങ്കിൽ അതും കിട്ടില്ല. നമ്മളെല്ലാം ഇങ്ങനെ പണിയുടെ തിരക്കിലായിരുന്നു കേട്ടോ. സ്നേഹ ഉണ്ടായിരുന്നു വിളമ്പാൻ, അതുപോലെ തന്നെ ചെറിയമ്മ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവളോട് പറഞ്ഞിട്ടാണ് എൻ്റെ വീഡിയോ എടുപ്പിച്ചത് കേട്ടോ. ഫുഡ് കഴിക്കാൻ പോലും ഇരിക്കാതെ ഇത്രയും നേരം എൻ്റെ ബാക്കിൽ ക്യാമറ പിടിച്ച് നടന്നത് ഇവളാണ് കേട്ടോ. അപ്പോൾ സ്നേഹ അതിൻ്റെ ഇടയിൽ കയറി വന്നു. അങ്ങനെ അവരൊക്കെ എല്ലാവരും ഇരുന്നു. നമ്മൾ ഫുഡൊക്കെ വിളമ്പി കൊടുത്തു. പിന്നെ ഐസ്ക്രീം നമ്മൾ കൊടുക്കുകയായിരുന്നു കേട്ടോ, ബൗളിലാക്കിയിട്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. അച്ഛനായാലും അമ്മയായാലും അതുപോലെ തന്നെ അമ്മൂമ്മയായാലും മുത്തശ്ശനായാലും ചെറിയമ്മയായാലും എല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു. ചെറുച്ചനൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും 6 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായതാണ് കേട്ടോ ചേച്ചി ഉണ്ടായിട്ട് ഒരു 2.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനുണ്ടായത്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവർ ചേച്ചിയുടെ മാരേജിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അത് ഫിക്സ് ആക്കിയപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. ആ അച്ഛനും അതുപോലെ തന്നെ ചേട്ടൻ്റെ അച്ഛനും ചെറിയച്ഛനും മുത്തശ്ശനും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വൈറ്റ് ഷർട്ട് ഇട്ടതാണ് കേട്ടോ ചേട്ടൻ്റെ അച്ഛൻ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഇരുന്നു കേട്ടോ. അതായത് ചേട്ടൻ്റെ അമ്മയും അമ്മമ്മയും അച്ചോളും അമ്മയും ചെറിയമ്മയും ഞാനും സ്നേഹയിരുന്നു. ചേച്ചിയുടെ ഏജ് വന്നിട്ടുണ്ടെങ്കിൽ 25 ആണ്. സോ ഇത്രയും കാലം നമ്മൾ ചേച്ചിയുടെ മാരേജിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. നമ്മളെക്കാട്ടും കൂടുതൽ വെയിറ്റിംഗ് അവർ തന്നെയായിരുന്നു കേട്ടോ, ചേച്ചിയും ചേട്ടനും. അവർ ഇത്രയും ഇയേഴ്സ് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് വീട്ടിൽ പറഞ്ഞപ്പോൾ ഓക്കെ ആയി. ഇതായി ഇപ്പോൾ മാരേജ് ഒഫീഷ്യലി ഫിക്സ് ചെയ്തേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അവർ യാത്രയായിട്ടോ. അവരെ എല്ലാവരും ബൈ ബൈ പറഞ്ഞിട്ട് പോകാറായി. അങ്ങനെ ഓരോ കാറിൽ ഓരോരുത്തരായിട്ട് കയറി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയുടെ മാരേജ് ഫിക്സിങ് സെറിമണിയാണ്, ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.